പ്പെട്ട ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ സാവകാശങ്ങൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഭവബഹുലമായ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളൊക്കെ നമ്മളെ വിട്ട് കടന്നു പോയപ്പോൾ നമ്മുടെ പ്രാണന് കേടുവരുത്താതെ ഹല്ലേലൂയ, ജീവനുള്ള പ്രദേശത്ത് ജീവനുള്ള ദേഹിയായി ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യ അവസ്ഥകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ചതായ പ്രിയ ഫേബ വർഗീസ്, പ്രിയ കർത്തദാസിയോടുള്ള നന്ദി തരണത്തിൽ ഞാൻ അറിയിക്കുന്നു. പ്രൈസ മുൻ പരിചയങ്ങൾ ഒന്നുമില്ലെങ്കിലും ഇപ്രകാരം പ്രൈസലോട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവിലേക്ക് എന്നെയും ക്ഷണിക്കുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിച്ചല്ലോ. ദൈവം ഇവിടുന്ന് അനുഗ്രഹിക്കട്ടെ, മിനിസ്റ്റുകളെ ദൈവം ആദരിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം പ്രൈസലോട് അനേകർ മങ്ങിയും പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ കർത്താവിന്റെ ദാസിയെ കുടുംബമായി ദൈവം ഒരുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രൈസലോട് ചില പരിചയമുള്ള മുഖങ്ങൾ എനിക്ക് ഇന്നത്തെ ഈ സൂമിനകത്തുണ്ട്. പ്രൈസലോട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ചില പ്രിയപ്പെട്ടവരും ഇതിനകത്തുണ്ട്. കർത്താവിന്റെ അഭിഷേകൻ പാസ്റ്റർ ജോസ് പാസ്റ്റർ, അതേ ചില ദിവസങ്ങൾക്ക് മുമ്പ് ചില ആഴ്ചകൾക്ക് മുമ്പ് നടത്തപ്പെട്ട 2-3 സൂം മീറ്റിംഗിൽ വഴി കാണുവാനും പ്രൈസലോട് ദൈവിക സ്നേഹബന്ധത്തിൽ നിലകൊള്ളുവാനും സ്വർഗം ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്തദാസിനെ കുടുംബമായി ദൈവം ആദരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സെന്ററിൽപ്പെട്ട തലച്ചിറ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയാണ് പ്രിയ ബ്ലസ്സി ജിജു. പ്രൈസലോഡ് PYPയുടെ പ്രവർത്തനങ്ങളിൽ കർത്താവിന്റെ ദാസനോട് ചേർന്ന് പ്രൈസലോഡ് ഹല്ലേലൂയ അനുഗ്രഹീതമായ നിലയിൽ കൈകൊടുത്ത് മുന്നോട്ട് പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ജിജു ബ്രദറിന്റെ വൈഫാണ് ബ്ലസ്സി ജിജു. കർത്താവിന്റെ ദാസിയും ഇന്നത്തെ കൂട്ടായ്മയിലുണ്ട്. കണ്ടതിൽ ഒത്തിരി സന്തോഷം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ദേശത്ത് ഞങ്ങളായിരിക്കുമ്പോൾ പ്രൈസ് ലോർഡ് ഞങ്ങളും വളരെ സ്നേഹിക്കുന്ന, ഞങ്ങളെയും ഒത്തിരി സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ് പ്രിയ ജീജാൻ. പ്രിയ കർത്തദാസിയോടുള്ള ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ സ്വർഗം ഒരുക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രിയ അനു അഭിലാഷ്, പ്രിയ ചേച്ചിയെ കണ്ടതിലും ഒത്തിരി സന്തോഷമുണ്ട്. പ്രൈസല കർത്താവിന്റെ ദാസിയെ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ പ്രൈസല ഷാരോന്റെ അതേ മുണ്ടിയപ്പള്ളിയിലുള്ള ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് പ്രൈസലോട് ഒരുപാട് ആത്മീക ബന്ധത്തിൽ നിലകൊള്ളുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കിയിട്ടുണ്ട്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് പ്രിയ ചേച്ചിയെ ഈ സൂം വഴി കാണുവാൻ ഇടയായി തീർന്നത്. ദൈവം കർത്താവിന്റെ ദാസിയെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ദൈവസഭയിൽ പ്രൈസലോട് ചില നാളുകൾ കൊണ്ട് ആരാധനയ്ക്ക് കടന്നു വരികയും പ്രൈസലോട് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സത്യമെന്നറിഞ്ഞ ദൈവിക പ്രമാണം അതേ അടുത്ത ദിവസങ്ങളിൽ അനുസരിക്കുവാൻ അതേ വളരെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന പ്രിയ ജയശ്രീ ആന്റിയും ഈ മീറ്റിംഗിൽ നമ്മളോട് ഒരുമിച്ചായിരിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഈ വരുന്ന 11-ാം തീയതി അതേ പ്രിയ കർത്താവിന്റെ ദാസിയുടെ സ്നാനമാണ്. എല്ലാ ദൈവമക്കളും ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിൽ അല്ലെങ്കിൽ ഇറങ്ങിത്തിരിച്ചു. ആ ദൈവിക വിശ്വാസം ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മുന്നോട്ട് വെച്ച പ്രൈസ് അല്പം പോലും വഴുതി പോകാതെ സ്വർഗം ഇതുവരെ നിർത്തി വീണ്ടും ദൈവിക വിശ്വാസത്തിൽ നിലകൊള്ളേണ്ടതിന് കുടുംബമായി കർത്താവിനെ ആരാധിപ്പാൻ ആ കുടുംബത്തെ സ്വർഗം വിളിച്ചു വേർതിരിക്കേണ്ടതിന് ആത്മാർത്ഥമായ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. പ്രൈസ് ലോർഡ്, മുഖവരകളെ പറഞ്ഞ സമയത്തെ ദീർഘമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ഞങ്ങൾ കുടുംബമായി കൊട്ടാരക്കരയുടെ പ്രദേശത്ത് കർത്താവിന്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. പ്രൈസ് കർത്താവ് തന്നെ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി ഓടുവാൻ വളരെ വാഞ്ചയോടുകൂടെ പ്രവർത്തിച്ചു വരുന്നു. പ്രൈസ് ലോർഡ് സഭാ മിനിസ്ട്രി ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രൈസ് ലോർഡ് ഏറ്റവും പ്രാധാന്യമായി ചെയ്യുവാൻ ഇഷ്ടമുള്ളതുമായ ഒരു മിനിസ്ട്രി പരസ്യോഗമാണ്. അതും ചെയ്തു വരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും പ്രൈസ് ശാരീരികമായ ചില ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ശബ്ദത്തിനൊക്കെ ബുദ്ധിമുട്ട് വരുത്തിയെങ്കിലും പ്രൈസൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പൻ ഇത്രത്തോളം നിർത്തുന്നത് ഓർക്കുമ്പോൾ പ്രൈസൽ കഴിവല്ല, കൃപ, അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. പ്രൈസലോട് കഴിഞ്ഞ ദിവസങ്ങളിലും ഹല്ലേലൂയ ഈ പ്രൈസ് മീറ്റിങ്ങിന് അതെ ഞാൻ ഡേറ്റ് കൊടുത്തിട്ട് എനിക്ക് വലിയൊരു അനർത്ഥം സംഭവിക്കപ്പെട്ടു. എങ്ങനെ കർത്താവിന്റെ ദാസിയോട് നോ പറയും, എങ്ങനെ അതെ ആന്റി എന്നെ ഒന്ന് ഒഴിവാക്കാമോ എന്ന് ചോദിക്കണമെന്ന് പോലും ഞാൻ ചിന്തിച്ചു. പക്ഷേ പ്രൈസലോട് ഹല്ലേലൂയ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. കഴിഞ്ഞ അത് ഞായറാഴ്ചയുടെ പ്രഭാതത്തില് വളരെ തിരക്കോടുകൂടെ പ്രൈസലോട് 8:30 സൺഡേ സ്കൂളിന് കയറണം. പ്രൈസലോട് അതിനു മുമ്പേ കാര്യങ്ങൾ ഒതുക്കുന്നതായ ആ തിരക്കിന്റെ ഇടയിൽ ഞാൻ അടപ്പയിൽ നിന്ന് എടുത്ത വെള്ളം എന്റെ അതെ പ്രൈസലോ വയറിന്റെ ഭാഗങ്ങളിലേക്ക് വീഴുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ആ ടെൻഷനില്, പെട്ടെന്ന് ആ ഒരു വേദനയില് ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി അത് പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ തൊലി കൂടെ അതെ
അവിടുത്തെ സ്കിൻ അത്രയും ഇളകുവാനിടയായി. ഏറിയ ഭാരം, ഏറിയ വേദന ഈ ദിവസങ്ങളിൽ അനുഭവിച്ചുവെങ്കിലും ഹല്ലേലൂയ, ഒരു മീറ്റിംഗ് പോലും മുടക്കാതെ, അവിശുദ്ധ സഭായോഗം മുടക്കാതെ സ്വർഗത്തിലെ ദൈവം എന്നെ ശക്തീകരിച്ചു. ഇന്ന് പകൽക്കാലം നാം അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ശക്തിയുടെ ആഴം നമ്മൾ രുചിച്ചറിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പുതുവർഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് എന്ത് സംസാരിക്കാനുണ്ടെന്ന് ഒരു വാഞ്ചയോടെ നമുക്ക് അപ്പന്റെ പാദപീഠത്തിൽ അടുത്തു വരാം. ഹല്ലേലൂയ, പ്രൈസ്. ആ ദൈവശബ്ദം ഒന്ന് കേൾക്കുവാൻ നമ്മുടെ കാതുകൾ ഇന്ന് ഈ പകൽക്കാലം തുറന്നിരിക്കട്ടെ. ഹല്ലേലൂയ, ഒരു വലിയ ദൈവ പ്രവൃത്തി നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് സംഭവിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതെ, ഹബക്കൂക്കിന്റെ പുസ്തകത്തില് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. 2:3 ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. പ്രൈസ്. ദർശനത്തിന് അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു അവധിയുണ്ട്. ഹല്ലേലൂയ, അതിനെ നമ്മൾ പ്രാപിക്കുവാൻ തക്കവണ്ണം മുന്നോട്ട് ചുവട് വെക്കുമ്പോൾ പ്രതിസന്ധികളുടെ വലിയൊരു കൂട്ടം നമുക്ക് നേരെ നമ്മുടെ ദർശനത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ, നമ്മുടെ ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് വരാതിരിക്കാൻ പല നിലവാരത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നാലും പ്രൈസ് ദി ലോർഡ്, ആ ദർശനം നൽകിയവൻ അതിനെ സമാപ്തിയിൽ എത്തിക്കും. അതിന്റെ പൂർത്തീകരണ തലത്തിൽ അത് എത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, പ്രൈസ്. മറ്റൊരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന് 40-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന 54 മെമ്പേഴ്സിനോടുമുള്ളൊരു സന്ദേശമാണ്. ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. ദർശനത്തിലേക്ക് എത്തപ്പെടുന്ന, ദർശനം പ്രാപിച്ച, ദർശനത്തിൽ നിലകൊള്ളാൻ കഴിയുന്ന, ദൈവിക ദർശനത്തിൽ ചുവട് വെക്കുന്ന, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവ പൈതലിന് വേണ്ടി സ്വർഗം എന്ത് ചെയ്യുകയാണ്? ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. ഇന്ന് അതേ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മ നിറവോടുകൂടെ പറഞ്ഞാട്ടെ, ഈ പുതുവർഷം എന്റെ ദൈവം എനിക്ക് വേണ്ടി ഏറ്റവും നല്ലതാ മുൻകരുതിയതാ. എത്ര പേർക്ക് ഹല്ലേലൂയ ആത്മാർത്ഥതയോട് കൂടെ പറയാൻ കഴിയും, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് ഏറ്റവും നല്ലതാ, ഏറ്റവും നല്ലതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പഴയതല്ല. ഹല്ലേലൂയ, അതെ, പകുതിയല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, പ്രൈസ് ദി ലോർഡ്, ഏറ്റവും നല്ലതെന്ന് പറയുന്ന നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. സാഹചര്യം നിങ്ങളെ നോക്കിക്കൊണ്ടല്ല പ്രൈസ് ദി ലോർഡ് ദർശനത്തിൽ മുന്നേറേണ്ടത്. സാഹചര്യങ്ങൾ പ്രതിസന്ധിയുടേതാണെങ്കിലും, സാഹചര്യങ്ങൾ വേദനയുടേതാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയ ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെയാ വായിച്ചത്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദൈവഹിതവും ദൈവവചനവും ഹല്ലേലൂയ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയുമാണ് ആ കാലഘട്ടത്തിൽ നൽകപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിച്ചപ്പോൾ നമുക്കൊന്ന് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ദർശനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതേ, ദുർലഭമായിരുന്നു. കർത്താവിന്റെ വചനം വളരെ വിരളമായിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവം ചില ഭക്തന്മാരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇടയായി തീർന്നു. അപ്പോൾ ഒരു കാര്യം സത്യമാ, ദർശനം എവിടെ മങ്ങിപ്പോകുന്നുവോ അവിടെ ആത്മീക അധപ്പതനങ്ങൾ സംഭവിക്കുവാൻ ഇടയായി തീരുന്നുണ്ട്. ഈ ആത്മീക അധപ്പതനം സംഭവിച്ച ഇടത്തെ നോക്കിക്കൊണ്ട് പിറുപിറുക്കുവാനും പ്രൈസ് ദി ലോർഡ് അതിനെ വിരൽ ചൂണ്ടുവാനുമല്ല, പ്രൈസ് ദി, നമ്മുടെ യാത്ര മുന്നോട്ട് പോകുവാൻ ഇടയായി തീരണം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദർശനം മങ്ങുന്ന ഇടത്ത് ആത്മീക അധപ്പതനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ പ്രൈസ് ദി ലോർഡ്, 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം ഒരുവനെ പുറത്തു കൊണ്ടുവരികയാണ്. സാഹചര്യങ്ങൾ വിരോധമായി നിൽക്കുന്ന ഇടത്ത്, സാഹചര്യങ്ങൾ ഏറെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതേ, വേദന നിറഞ്ഞു നിൽക്കുന്ന ഇടത്ത്, സാഹചര്യങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരുവരെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ മാനുഷികമാകുന്ന ദൃഷ്ടികളിൽ ഒരു സാധ്യതകളും സാഹചര്യങ്ങളും ഇല്ല
ഇല്ലാത്ത ഇടത്ത് ദൈവത്തിന്റെ മഹത്വമുള്ള പ്രവർത്തിക്ക് വേണ്ടി ദർശനത്തോടെ കൂടെ ഒരുവനെ ദൈവം കരം കൊടുത്ത് പുറത്തു കൊണ്ടുവരികയാ. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയുടെ കാലം അത് വചനം ദുർലഭമായിരുന്ന കാലഘട്ടമാ. ഈ കാലഘട്ടത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ലഭിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കോ. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എവിടെ നോക്കിയാലും വിശുദ്ധ വചനത്തെ നമുക്ക് ലഭിക്കപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നു. ഏത് സമയത്ത് പ്രൈസ് എന്തിനെ നമ്മൾ സമീപിച്ചാലും അവിടെയെല്ലാം നമുക്ക് സുലഭമായി ദൈവവചനം ലഭിക്കപ്പെടാറുണ്ട്. ഏത് വേദനയുടെ നടുവിൽ യൂട്യൂബിലേക്ക് ഒരു ദൈവിക സന്ദേശത്തിന് വേണ്ടി നാം ഒന്ന് ഓടിച്ചെന്ന് പ്രൈസ് ഒന്ന് കേൾക്കുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ നമ്മളോട് ഹല്ലേലൂയ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് അവിടെ ശ്രവിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഏലിയുടെ കാലഘട്ടത്തെ പറ്റി പഠിക്കുന്നത് വചനം ദുർലഭമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ദർശനമേറെയില്ലാത്തൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ആത്മീയ അധപ്പതനത്തിലേക്ക് വഴിതെളിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതേ ദൈവത്തിന്റെ ദർശനവും ദൈവത്തിന്റെ പ്രവചനവും വിരളമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തില് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ പ്രവാചകന്മാരെ അയക്കുമെന്ന് ആവർത്തന പുസ്തകത്തിൽ ഹല്ലേലൂയ മുൻകൂട്ടി പരിശുദ്ധ ഒരു ആലോചന എടുത്തിട്ടുണ്ട്. അതേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവർത്തനം 18:15 ആണെന്ന് എനിക്ക് പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തില്ല എങ്കിലും ആവർത്തനം 18:15 ഇങ്ങനെ കാണുന്നു. ദൈവത്തിന്റെ ഹിതത്തെ വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ നാളുകൾ ദൈവത്തിന്റെ പ്രവാചകന്മാരെ അയക്കുമെന്നൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം പുറത്തു വരുന്നത് പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെട്ട, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ ആത്മീക അധപ്പതനം സംഭവിച്ച ഇടത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദർശനമുള്ള ഒരുവനെ സ്വർഗം പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. നമുക്കറിയാം ഹല്ലേലൂയ ശമൂവേൽ അവൻ ദർശനമുള്ളവനായിരുന്നു. ശമൂവേലിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ശമൂവേൽ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ആ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവനായിരുന്നു. ശമൂവേലിനെ പറ്റി അക്കമിട്ട കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം തിരഞ്ഞെടുത്ത ഒരുവനാണ് ശമൂവേൽ എന്ന് പറയുന്നത്. ശമൂവേലിനെ പറ്റി പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലഭിച്ചവനാ. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, പ്രാർത്ഥനയ്ക്ക് അപ്പോൾ ഒരു മറുപടിയുണ്ട്. പ്രാർത്ഥന മറുപടി ഇല്ലാത്തതല്ല, മറുപടി ലഭിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ കൂടാരത്തിനകത്തളത്തിൽ നിന്ന് ഉയരുവാനിടയായി തീരട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലഭിക്കപ്പെട്ടൊരു തലമുറയാണ് ശമൂവേൽ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കറിയാം തന്റെ പ്രതിയോഗി തന്നെ വ്യസനിപ്പിച്ചത് നിമിത്തം മാത്രമല്ല ഹന്നയ്ക്കൊരു തലമുറ വേണമെന്ന് വാഞ്ച. ഹല്ലേലൂയ. ആലയത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അവൾ മനം കലങ്ങിയാ വരുന്നത്. ആലയത്തിനകത്ത് അവൾ കാണുന്നതായ പ്രവൃത്തി അവളെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ ആഴമേറിയ പ്രാർത്ഥന അവളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വന്നു. കർത്താവേ, എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ അവനെ ഞാൻ ആലയത്തിന് കൊടുക്കാം. അല്ല, ദൈവവചനം പഠിച്ചപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ സ്വർഗം എന്നോട് സംസാരിച്ചതാണ്. ഒരു പ്രതിയോഗി നിമിത്തം മാത്രമല്ല, അല്ല, അവൾ ഒരു തലമുറയ്ക്ക് വേണ്ടി കരയുന്നത്. അവൾ ആലയത്തിലേക്ക് പ്രൈസ് ദി ലോർഡ് അല്ല തന്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ആലയത്തിൽ പോകുമ്പോൾ ആലയത്തിൽ അല്ല ദൈവത്തിന്റെ ശുശ്രൂഷ നാളുകളിൽ ചെയ്യാൻ എനിക്കൊരു തലമുറ തരണമെന്നൊരു വാഞ്ചി അവളുടെ ഹൃദയത്തിൽ വന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. പെനീനയുടെ അതേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വേദനാജനകമായ അനുഭവങ്ങളൊക്കെ അവളുടെ മുമ്പിൽ ഉള്ളപ്പോഴും അല്ലെങ്കിൽ ആ വേദനയ്ക്കപ്പുറം അവൾക്കൊരു മക്കളില്ല എന്ന വേദനയ്ക്കപ്പുറം അവൾ ആലയത്തിനകത്തുള്ള അധപ്പതനങ്ങളെ തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവദാസിമാരെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ ദൈവിക ദർശനം മങ്ങിപ്പോകുമ്പോൾ, പലരും വിമർശനത്തിലേക്ക് പോകുമ്പോൾ എന്നെ കേൾക്കപ്പെടുന്ന ദൈവദാസിമാരെ, ഇതിന് ഹല്ലേലൂയ ഒരു മാറ്റം വരുത്താൻ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറകളെയും ഉപയോഗിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും?
ആലയത്തിനകത്തളത്തിൽ നാളുകളിൽ സംഭവിക്കപ്പെടാൻ പോകുന്ന, ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ വേദനാജനകമാകുന്ന അനുഭവങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട്, അപ്പാ യോഗ്യതകളില്ല, അതുരമനകരക ശബ്ദൽഖമാനിയ ക്രമപ്രകാരം വരേണ്ടത് ഞാനല്ല, എങ്കിലും ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി, ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ സ്വർഗം അവിടേക്ക് എടുത്ത് ഉപയോഗിക്കാനിടയായി തീരും. അതുരമനകരക ശാന്തൽഖമാനിയാധനഘടക ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലഭിച്ച ശമൂവേൽ. മക്കളില്ലാത്തതിന്റെ ശൂന്യതയും വേദനയും ഹന്നയുടെ ഹൃദയത്തെ വല്ലാതെ കുഴപ്പിക്കുകയാ. എന്നാൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്വർഗം അവളുടെ കരത്തിൽ വെച്ചു കൊടുത്തൊരു മറുപടിയാണ് ശമൂവേൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കാര്യം സത്യമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഒന്നുകൂടി അടിവരയിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുവാനിടയായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവദാസിയെ, ദൈവദാസന്മാരെ, നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കപ്പെടുന്ന വിഷയത്തിന്റെ മറുപടി നിന്റെ കരത്തിൽ വെച്ചു നൽകാൻ എന്റെ ദൈവ സർവശക്തിയുള്ള ദൈവമാ. പരിശുദ്ധാത്മാവെന്നോട് ഇങ്ങനെ പറയുവാൻ പറയുന്നു, ഹല്ലേലൂയ. നീ ഏത് വിഷയമായി ദൈവത്തിന്റെ പാദപീഠത്തിൽ എത്തുന്നുവോ, ചില പ്രതിയോഗി നിമിത്തം നിന്നെ വ്യസനിപ്പിക്കുന്ന, നിന്നെ മുഷിപ്പിക്കുന്ന ചില വേദനാജനകമാകുന്ന വിഷയത്തിന്റെ അകത്തളത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ചിലർ കാണെ നീ അതരം കൊണ്ട് കൊടുക്കുന്ന മറുപടിക്ക് അപ്പുറമായി നിന്റെ കരത്തിൽ ആ മറുപടിയെ വെളിപ്പെടുത്തി നൽകാം എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതിനകത്ത് ആഴമേറിയ കാര്യം തിരിച്ചറിയണം. അധരങ്ങളിൽ കൂടെ ശത്രുവിന് കൊടുക്കുന്ന മറുപടിക്കപ്പുറം, ആമേൻ, ഹല്ലേലൂയ, അധരങ്ങൾ കൊണ്ട് കൊടുക്കുന്ന മറുപടിക്കപ്പുറം നിനക്ക് വേണ്ടി സ്വർഗം ചെയ്യുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ മറുപടി നിന്റെ കരത്തിലിരിക്കുമ്പോൾ ശത്രു അത് കാണും. അതുരമനകരക ശാന്തൽഖമാനിയാന്തനഘടക. അല്ലെ, ചില മറുപടികളെ നിന്റെ കരത്തിൽ അവൻ വെച്ചു നൽകും. ഇവിടെ കാണുന്നു, ഹല്ലേലൂയ, ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം ലഭിക്കപ്പെട്ട ദർശനമുള്ള ഒരുവൻ, അവന്റെ പേരത്രേ ശമൂവേൽ. ഇവിടെ കാണുന്നു, ദർശനമുള്ളവൻ വളരാൻ തുടങ്ങുന്നത് ആലയത്തിലാ. ദൈവിക മറുപടി അവളുടെ കരത്തിൽ വന്നപ്പോൾ അവൾ അവളുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. ദൈവത്തിന്റെ മറുപടി അവളുടെ കരത്തിൽ ലഭിക്കപ്പെട്ടപ്പോൾ അവളുടെ തീരുമാനത്തിൽ പിഴവ് സംഭവിച്ചില്ല. 2025 ആരംഭത്തില് നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഡിസംബർ 31 മുമ്പ് ആ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ തീരുമാനങ്ങളെ പൂർണ്ണമായി ദൈവത്തിന്റെ സന്നിധിയിൽ അത് പ്രാവർത്തിക തലത്തിൽ എത്തുവാനിടയായി തീരണം. ഇവിടെ കാണുന്നു, ഹന്നയുടെ ജീവിതത്തിൽ അവളൊരു തീരുമാനമെടുത്തു, അവളൊരു നേർച്ച നേർന്നു. അതിനകത്ത് യാതൊരു വിഘ്നവും സംഭവിക്കപ്പെടുവാൻ അവൾ അനുവദിച്ചില്ല. അവൻ ദേവാലയത്തിലേക്ക് അവനെ കൊണ്ടുപോയി. ദേവാലയത്തിലെ ശുശ്രൂഷകൾ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച് ആത്മീയ അന്തരീക്ഷത്തിൽ വളർത്തപ്പെടുന്ന ഒരു അനുഭവമായി ശമൂവേലിന്റെ ജീവിത തലം മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാ നോക്കിക്കേ, ആലയത്തിന്റെ അകത്തളത്തിൽ ഇവൻ ചെല്ലുമ്പോൾ ഇവന് വളരാൻ തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെയുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ഹന്ന ഉള്ളിടത്തോളം പ്രൈസ് ദി ലോർഡ് തലമുറ ആലയത്തിൽ ഒരു പക്ഷേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഏലിയുടെ തലമുറയുള്ള ഇടത്ത് അവനെ ദൈവം ഒരു വ്യത്യസ്തനാക്കും. ഒന്നുകൂടെ പറയാം, പ്രൈസ് ദൈവം നമ്മളെ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും. എല്ലാ ഇടങ്ങളിലും ആത്മീയത വെളിപ്പെട്ടു നിൽക്കണമെന്നില്ല. പ്രൈസ്. എന്നാൽ ആ പ്രതിസന്ധിക്കകത്തും ആ വ്യത്യസ്തമായ സാഹചര്യത്തിനകത്തും പ്രാർത്ഥിക്കുന്ന തലമുറ ഒരു വ്യത്യസ്തനായി വളരും. ഹല്ലേലൂയ. നമ്മളെ നിർത്തുന്ന മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അതിന്റെ ആഴവും നമ്മുടെ മേൽ പകർന്ന് നാം ഒരു വ്യത്യസ്തമായി മാറുവാൻ സ്വർഗം നമ്മളെ ഉപയോഗിക്കുവാനിടയായി തീരും.
ഹൊഫ്നിയും ഫിനെഹാസും പോലെ ഹല്ലേലൂയ അതെ അധാർമികതയിലേക്ക് പോകുവാൻ സ്വർഗം അവരെ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ പൈതലെ, ഈ 2025 ഈ ആരംഭ ദിവസത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് കൈമാറാൻ ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ എവിടെയായിരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ തലമുറ എവിടെയായിരിക്കുന്നുവെന്നുള്ളതല്ല. പലപ്പോഴും പല മാതാക്കളുടെയും പല പിതാക്കന്മാരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഉയരുന്നൊരു ചോദ്യമാണ്, എന്റെ കുഞ്ഞ് നിൽക്കുന്ന ഇടത്ത് അവൻ ദൈവകൃപയുള്ളവനായി നിൽക്കുമോ? അവൻ ദൈവവചന വിട്ടു പോകുമോ? ഇല്ല ദൈവദാസി, ഇല്ല. ഹല്ലേലൂയ. നിന്റെ തലമുറ ദൈവത്തിന് പ്രിയമുള്ളവനായി, ദൈവത്തിന്റെ പദ്ധതിയിൽ ഏറെ പ്രിയപ്പെടുന്നവനായി തിരുവാൻ തക്കവണ്ണം സ്വർഗം അവരെ ഉപയോഗിക്കും. അതിരവനകരക ശാന്തൽഖമാനിയ. പ്രാർത്ഥിക്കുന്ന ഒരുവൾ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിക്കകത്തും അവൻ വളർച്ച പ്രാപിക്കും. എങ്ങനെയെങ്കിലും വളർച്ച പ്രാപിക്കുമെന്നല്ല, പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്റെ തലമുറ ദൈവിക പദ്ധതിയിൽ വളരുവാനിടയായിത്തീരും. ദൈവിക ആലോചനയ്ക്കകത്ത് വളരുവാനിടയായിത്തീരും. ദൈവിക മഹത്വത്തിനായി വളരുവാനിടയായിത്തീരും. ഇവിടെ കാണുന്നു, അതേ പ്രതിസന്ധികൾ ഉള്ള ഇടത്ത്, ആത്മീയത അതേ നഷ്ടമായി പോയ ഇടത്ത് നാളുകളിൽ ആലയത്തിൽ ദൈവിക മഹത്വം കാണിച്ചു കൊടുക്കുവാൻ ഒരുവനെ കൊണ്ടാക്കുമ്പോൾ ചിലതിന്റെ നടുവിലാണെങ്കിലും സ്വർഗം അവനെ വ്യത്യസ്തനാക്കി. അതിരമനഘടക ശാന്തൽഖമാനഘടക. ഞാൻ ഒന്നുകൂടി ഇങ്ങനെ പറയുകയാ, ഒരു പക്ഷേ ഭൗതിക കണ്ണ് തുറന്ന് കാണുന്നത് അധാർമികതയാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവന്റെ അകമയുള്ള കണ്ണ് സ്വർഗീയ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. പുറമെയുള്ള കണ്ണ് തുറക്കുമ്പോൾ ഒരു പക്ഷെ ശമൂവേല് ആലയത്തിന്റെ അകത്തളത്തിൽ പലവിധമാകുന്ന ഹല്ലേലൂയ വേദന നിറയുന്ന ദൈവിക ബന്ധത്തിൽ നിന്ന് അകലം പ്രാപിക്കപ്പെടുന്ന വ്യത്യസ്തമായ അന്തരീക്ഷങ്ങൾ നിലകൊള്ളുമ്പോൾ അവന്റെ അകമേയുള്ള കണ്ണ് ചില ദൈവിക മഹത്വങ്ങളെ ദർശിക്കാനിടയായിത്തീരും. മാത്രമല്ല, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ശമൂവേലിനെ പറ്റി ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു, അവൻ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി തീർന്നു. സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിലും തലമുറ ദൈവിക പ്രീതിയുള്ളവനായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവിക പ്രീതിയിൽ അവൾ വളർന്നു വരുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് വാഗ്ദത്തമുള്ള ദൈവിക ദർശനമുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ശമൂവേലിന്റെ മേൽ സ്വർഗം അതേ വരുത്തുവാനിടയായിത്തീർന്നത്. സാഹചര്യങ്ങൾ എതിരായിരുന്നിട്ടും ദൈവ കൃപയിൽ ശോഭിക്കുവാൻ തക്കവണ്ണം ദർശനത്താൽ പുറത്തു വന്നവന് കഴിയുമെന്നുള്ളത് അതേ വിസ്മരണീയമായൊരു കാര്യമാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ശമൂവേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അക്കാലത്ത് ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങിയിരുന്നു, വചനം ദുർലഭമായിരുന്നു. മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദർശനം ഇല്ലാതെ നിൽക്കുന്ന, പ്രൈസ് ദി ലോർഡ്, വചനം ലഭിക്കുവാൻ സാധ്യതകളില്ലാത്ത ചില സാഹചര്യങ്ങൾ അവിടെ നിൽക്കപ്പെടുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ആലയത്തിൽ വിളക്ക് കെട്ടുപോകുന്ന അവസ്ഥകൾ കടന്നു വന്നപ്പോഴും പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിന്റെ പദ്ധതി പ്രകാരം അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ അവന്റെ കാതുകളെ സ്വർഗം തുറന്നു. ആമേൻ, ഹല്ലേലൂയ. പാരമ്പര്യമായി അല്ലെങ്കിൽ ക്രമമായി ഒക്കെ പുറത്തു വന്ന ഏലിയുടെ കാതുകൾ അടഞ്ഞു കിടക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയുടെ കാതുകളെ സ്വർഗം തന്റെ ശബ്ദം കേൾപ്പിക്കേണ്ടതിന് തുറന്നു. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി നമ്മുടെ കാതുകൾ തുറക്കപ്പെടട്ടെ. ഇതുവരെ കേൾക്കാത്ത ചിലത് കേൾക്കാം. ഹല്ലേലൂയ. മറ്റുള്ളവർ കേൾക്കാത്ത ചില ദൈവ പ്രവർത്തികളെ പറ്റി കേൾക്കാൻ, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ദൈവിക പ്രവർത്തികളെ പറ്റി കേൾക്കാൻ നമ്മുടെ കാതുകൾ തുറക്കപ്പെടുവാനിടയായി തീരട്ടെ. സാഹചര്യങ്ങൾ ഏറെ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തിയിൽ ഹല്ലേലൂയ അന്നുള്ള ആത്മീക നേതൃത്വത്തെയോ സാഹചര്യത്തെയോ നോക്കിക്കൊണ്ടല്ല, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശമൂവേൽ വ്യത്യസ്തനായി
പുറത്തു വരികയാ. ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, അവിടെയുള്ള സാഹചര്യങ്ങളെ കണ്ടിട്ട് ഇട്ടെറിഞ്ഞു പോകുവാൻ ഒരു പക്ഷെ ശമൂവേലിന് തോന്നിക്കാണും. എന്നാൽ അഭിഷേകമുള്ളവൻ അങ്ങനെയല്ല. അഭിഷേകമുള്ളവൻ ആ ദൈവ കൃപയിൽ നിലകൊള്ളുവാൻ ഇടയായി തീർന്നു. ശമൂവേലിനറിയാം, പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ തലമുറയ്ക്കറിയാം, അവൻ നിൽക്കുന്ന പ്രതിസന്ധി അവനെ ഓടിച്ചു കളയുന്നതാ. എന്നാൽ ഓടിച്ചു കളയാതെ, അവിടെ നിന്ന് ഓടിപ്പോകാതെ, അവിടെ നിന്ന് ദൈവത്തിന്റെ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കേണ്ടതിന് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവരെ സ്വർഗം ഉപയോഗിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കർത്താവിന്റെ ശുശ്രൂഷ വളരെ, പ്രൈസ് ദി ലോർഡ്, അതെ, അതിന്റെ ആ ദൗത്യത്തിന്റെ അതിന്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ചെയ്തെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശമൂവേലിനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പക്കൽ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവ് ശമൂവേലിന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ വേല അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്, അമ്മയുടെ നിർബന്ധപ്രകാരം അവിടെ പിടിച്ചു നിൽക്കുകയല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതികളുടെ ആഴമറിഞ്ഞ് നാളുകളിൽ ദൈവിക ശുശ്രൂഷകളെ എങ്ങനെ ചെയ്തെടുക്കണമെന്ന്, പ്രൈസ് ദി ലോർഡ്, ദൈവിക ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് അവൻ മുന്നോട്ട് ചുവട് വയ്ക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഏറെ പ്രതിസന്ധികളും ഏറെ പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഇതിന്റെ നടുവിൽ എനിക്ക് എങ്ങനെ അക്കരെ എത്തുവാൻ കഴിയുമെന്ന് ചോദിക്കപ്പെടുന്ന മേഖലകൾക്കകത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇട്ടിട്ട് ഓടി പോകുവാനല്ല, വേദനാജനകമായതും കൈപ്പേറിയതുമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മതി യഹോവേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുവാനല്ല, ദൈവമഹത്വം കാണേണ്ടതിന് നിന്റെ കാലുകളെ അവിടെ ഉറപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ്, നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഉപയോഗിക്കാൻ അവൻ ശക്തിയുള്ള ദൈവമാണ്. നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, നിൽക്കാൻ നമ്മൾ ഒരുക്കമുള്ളവരാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം മുന്നോട്ട് നമ്മളെ ചുവട് വെപ്പിക്കുന്ന ദൈവമാണ്. സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതാ. സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ ദൈവിക മഹത്വത്തിന്റെ ആഴമിറങ്ങി വരുന്നതാ. പ്രൈസ് ദി ലോർഡ്, വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ശമൂവേൽ നിൽക്കുന്നത്. പ്രതിസന്ധികൾ നിറഞ്ഞ ആത്മീകമാകുന്ന മന്ദതകളും മന്ദീഭവനങ്ങളും സംഭവിക്കപ്പെടുന്ന ഇടത്ത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്നതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ആ ദൈവ പ്രവൃത്തിയിലേക്ക് ദൈവം ശമൂവേലിനെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഒന്നാമതായി നമ്മൾ തിരിച്ചറിയണം, ദർശനമുള്ള ഒരു തലമുറ പുറത്തു വരണമെങ്കിൽ ആഴമേറിയ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്തളത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പ്രൈസ് വായിക്കുകയാണ് 1 ശമൂവേലിന്റെ പുസ്തകം 1:1 അതിന് 22 വാക്യങ്ങൾ വായിക്കപ്പെടുമ്പോൾ, ദർശനമുള്ള ഇടത്ത്, പ്രൈസ് ദി ലോർഡ്, അനുഗ്രഹിക്കപ്പെട്ട തലമുറ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാട് പ്രാപിച്ച തലമുറ പുറത്തു വരാനിടയായി തീരും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പ്രൈസ്, ഒരുവൻ വരണ്ട താഴ്വരയിൽ വിതച്ചതായി കാണുവാൻ സാധിക്കുന്നു. ഇസഹാക്കിനെ പറ്റി കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 26 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ മിസ്രയീമിലേക്ക് പോകരുത്, നീ ഗരാറിൽ താമസിക്ക. ഈ ഗരാറ് പുറമെയുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മിസ്രയീമിലുള്ള യാതൊരു വിധമാകുന്ന പച്ചപ്പുകളും യാതൊരു വിധമാകുന്ന ശ്രേഷ്ഠതകളും ഇല്ല എങ്കിൽ, വ്യത്യസ്തമായ തലത്തിൽ ഇസ്ഹാക്കിനോട് ദൈവം സംസാരിക്കുകയാണ്, നീ മിസ്രയീമിലേക്ക് പോകരുത്, നീ എവിടെ നിൽക്കണം? പലപ്പോഴും പലതും കണ്ടിട്ട് ഇട്ടിട്ട് ഓടിപ്പോകാൻ തോന്നും. എന്നാൽ ഒരു കാര്യം സത്യമാണ്, സ്വർഗം നിർത്തിയിരിക്കുന്ന സമയത്തോളം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിന്റെ വർധനവ് നാം കാണും, സ്വർഗീയ മഹത്വം നാം കാണും. ഒരു പക്ഷേ ശമൂവേലിന്റെ ജീവിതത്തിൽ അവനെ അവിടുന്ന് ഓടിച്ചു കളയാ, എനിക്കിത് വേണ്ട, എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല, ഞാനും അവരോടൊപ്പം ആയി പോകുമോ എന്നൊക്കെ ഭയന്നുകൊണ്ട് അവൻ അവിടെ വിട്ട് ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. എന്നാൽ അതിനിടവരാതെ വണ്ണം അവൻ ദൈവകൃപയിൽ ആശ്രയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയുമ്പോൾ അത് ഉൽപ്പത്തി പുസ്തകം 26 ഇങ്ങനെ കാണുവാൻ സാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്ഷാമം വരുമ്പോൾ
ഇന്നലകളിൽ പിതാക്കന്മാർക്ക് അതേ അഭയമായി മാറിയ മിസ്രൈമിലേക്ക് അത് ഇസ്ഹാക്കിന് പോകാൻ ഒരു വെമ്പൽ വരുമ്പോൾ ദൈവം അവനോട് പറയുക, നീ എവിടെ പോകരുത്, നീ മിസ്രൈമിൽ പോകരുത്. നോക്കണം, സാഹചര്യങ്ങൾക്കപ്പുറത്തൊരു ദൈവപ്രവൃത്തിയുണ്ട് തെളിയിക്കപ്പെടുന്ന വചനമായത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അവൻ നിൽക്കപ്പെടുന്ന മരുഭൂമിയാണെങ്കിലും, അവൻ നിൽക്കപ്പെടുന്നത് പ്രതിസന്ധിയിലാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ദൈവം പറഞ്ഞതനുസരിച്ച് അവൻ മിസ്രൈമിൽ പോകാതെ ദൈവം പറഞ്ഞ ഇടത്തവൻ താമസിക്കാനിടയായി തീർന്നു. ദൈവം പറഞ്ഞ ഇടത്ത് താമസിക്കണമെങ്കിൽ ദൈവിക ദർശനം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ പലയിടത്തും ഓടിപ്പോകുവാനും ഓടിച്ചു കളയാനും ശത്രു പല വിധത്തിൽ പദ്ധതികൾ ഒരുക്കുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി, ദൈവമേ അങ്ങ് തന്നിരിക്കുന്ന സമയം വരെ ഇവിടെ നിൽപ്പാൻ എനിക്ക് കൃപ തരണമേ എന്നൊരു പ്രാർത്ഥനയിൽ മുന്നേറുന്നുവെങ്കിൽ ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ ദൈവിക ഉയർച്ചകൾ നാം കാണുവാനിടയായിത്തീരും. ഓടിപ്പോകുന്നത് പലപ്പോഴും പരാജയത്തിലേക്ക് എത്തപ്പെടുവാനിടയായിത്തീരും. സ്വർഗത്തിന്റെ മഹത്വം കാണണമെങ്കിൽ നീ പ്രതിസന്ധി അനുഭവിക്കുന്നിടത്ത് ദൈവപ്രവൃത്തിയിലേക്ക് എത്തപ്പെട്ടെങ്കിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, പ്രതിസന്ധി അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ അത് ഏറിയ കഠിന ക്ഷാമത്തിൽ എത്തപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നലകളിൽ പിതാക്കന്മാർക്ക് അഭയമായി നിന്ന മിസ്രൈമിലേക്ക് ഓടിപ്പോകാൻ ഒരുവൻ വെമ്പൽ കൊള്ളുമ്പോൾ ദൈവ ശബ്ദം അവനോട് പറയുകയാ, നീ മിസ്രൈമിലേക്ക് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ മിസ്രൈമിനെ പറ്റി പുറമെയുള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ, കുഞ്ഞെ, ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരം ഒരു പക്ഷേ മിസ്രൈമിൽ നിന്ന് പ്രാപിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ മിസ്രൈമിന്റെ പ്രത്യേകത പലരെയും അടിമയാക്കിയതാ, പലരെയും കരയിപ്പിച്ച ഇടമാ മിസ്രൈം. ദൈവവചനത്തിൽ നിന്ന് പഠിക്കപ്പെടുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അനേകരുടെ പരാജയത്തിന് ഇടവരുത്തിയ ഇടമാണ് മിസ്രൈം. എന്നാൽ ഇസ്ഹാക്കേ, നീ ഒരു വ്യത്യസ്തനാ. നീ ദൈവത്തിന്റെ ദർശനപ്രകാരം പുറത്തു വരേണ്ടവനാ. നീ ഒരിക്കലും മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടവനല്ല. അതിലപ്പുറം നീ നിൽക്കുന്ന ഇടത്ത് നീ വെക്കുന്ന ചുവടുവെപ്പുകൾ ഞാൻ അനുഗ്രഹപ്രദത്തിലേക്ക് എത്തിക്കുവാനിടയായിത്തീരും. ഈ സന്ദേശം കേൾക്കപ്പെട്ട ദൈവജനത്തോട് ഞാൻ ഇങ്ങനെ ആത്മാവിൽ പ്രവചിക്കുവാൻ അത് ആഗ്രഹിക്കുകയാ. ജീവിതത്തിന്റെ പ്രതിസന്ധി മേഖലകൾക്കകത്ത് ചില മേഖലകളെ വിട്ടുകളഞ്ഞ് അതിന്റെ അപ്പുറത്തേക്ക് ഓടിപ്പോകുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ ശബ്ദവും ഉണ്ടോ എന്ന് ഒന്നുകൂടെ ഗ്രഹിച്ചോണം. ദൈവഹിതമില്ലാത്ത എത്ര വലിയ മിശ്രയമാണെങ്കിലും ജീവിതത്തിൽ പരാജയങ്ങൾ കൊയ്തെടുക്കാനിടയായിത്തീരും. പക്ഷേ നീ നിൽക്കുന്ന മണ്ണിൽ നീ വയ്ക്കുന്ന ചുവടുവെപ്പുകൾ നിന്റെ വിതയെ 30, 60, 100 മേനിയായി അതേ പുറത്തു കൊണ്ടുവരാൻ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ആ ദൈവിക ശബ്ദം ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുന്നവരുടെ മേൽ ഈ വചനം ഒരു വലിയ ബ്ലെസ്സിങ്ങിലേക്ക് നയിക്കാനിടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ഗെരാറിൽ വിതച്ചു. ഞാൻ ഇങ്ങനെ പറയുന്നു, വിതയ്ക്കാൻ സാഹചര്യങ്ങളില്ല, വിതയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ആ മണ്ണിലില്ല. വിതയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്നലെയുള്ള പാഠങ്ങളെ നോക്കിയാലില്ല. എന്നാൽ ദർശനമുള്ളവൻ, പ്രൈസ് ദി ലോർഡ്, അവന്റെ കരത്തിന്റെ പ്രവൃത്തി എന്റെ സ്വർഗം അനുഗ്രഹത്തിലേക്ക് വഴിതെളിക്കും. ദർശനമുള്ളവന്റെ കരം ചലിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങൾക്ക് അപ്പുറമായി സ്വർഗത്തിന്റെ പ്രവൃത്തി ഒരു മഴ പോലെ അവിടെ പെയ്തിറങ്ങാനിടയായി തീരും. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൂടെ കടത്തി വിടുമ്പോൾ പിറുപിറുക്കരുത്. വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ, ഇന്നലകളിൽ മുൻപരിചയങ്ങളില്ലാത്ത, ഇന്നലകളിൽ കേട്ടുകേൾവിയില്ലാത്ത ചില വേദനാ തലങ്ങളിലേക്ക് കുഞ്ഞെ ഞാനും നിങ്ങളും ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് തിരിച്ചറിയാൻ, അതിനകത്തു നിന്ന് നിനക്കൊരു ദൈവ ശബ്ദം കേൾക്കാറുണ്ട്.
ജുഡമര ഹതിരകരക സന്തനാറകൾ കമരകടക. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതിനകത്ത് കടന്നു വന്ന ദൈവദാസിമാരെ, ഇത് മറ്റാരോടുമുള്ളതല്ല, നിങ്ങളുള്ള ദൈവിക അരുളപ്പാടാ, നിങ്ങളുള്ള ദൈവ ശബ്ദമാ. മറ്റുള്ളവരെ പോലെയല്ല, ഒരു വ്യത്യസ്ത തലത്തിൽ കൂടെ പുറകോട്ട് ചിന്തിച്ചു നോക്ക്. വ്യത്യസ്ത തലത്തിൽ കൂടെ അല്ലയോ ഇവിടം വരെ എത്തിയത്. അതുരവനഘടക ചില അതേ പ്രശ്നങ്ങൾ അനുഭവിച്ച്, അതെ തുല്യമായി എനിക്കും അവർക്കും തുല്യ വിഷയം. പക്ഷേ പലപ്പോഴും അതേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ആ പ്രതിസന്ധിക്കകത്ത് അനേകർ തകർന്നു പോയപ്പോൾ, ആ പ്രതിസന്ധിക്കകത്തു നിന്ന് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം പുറത്തെടുത്തില്ലേ? ചുടമന ഹതുരകരക ശന്തൽ ഖമാരി അധരകടക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മറ്റുള്ളവർ ചില പ്രതിസന്ധിക്കകത്ത് അതിനെ ഓവർകം ചെയ്യാൻ കഴിവില്ലാതെ തളരുമ്പോൾ, ദൈവിക അഭിഷേകത്തോട് ഇവിടം വരെ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ മഹത്വത്തെ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുവാൻ, ആ ദൈവിക മഹത്വത്തിന്റെ ആഴത്തെ ഒന്നുകൂടെ ഒന്ന് ഗ്രഹിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ആ ദൈവിക പദ്ധതിയിലേക്ക് ഒന്ന് ചേർന്ന് വരാം. ഇതിനകത്തൊരു പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാ. ഇവിടെ കാണുന്നു, വ്യത്യസ്തമായ തലത്തിൽ നിന്നുകൊണ്ട് അവൻ ഗരാറിൽ താമസിച്ച് വിതയ്ക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. മുൻപരിചയങ്ങളിൽ ഒരു പക്ഷേ അവിടെയുള്ള വിതയ്ക്കകത്തൊരു പ്രൈസ് ദി ലോർഡ് വലിയ വിളവ് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും. പ്രൈസ്. എന്നാൽ ഒരു കാര്യം സത്യമാ, ദൈവ പൈതലേ, മുൻപാഠങ്ങളൊന്നുമല്ല നിന്റെ കരം തൊടുന്നതിനെ അനുഗ്രഹത്തിൽ എത്തിക്കാം. നിന്റെ തലമുറയുടെ കരത്തിന്റെ പ്രവൃത്തി അനുഗ്രഹത്തിൽ എത്തിക്കാം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, അനേകർ പരാജയം കണ്ടെടുത്ത് നിന്നെ നിർത്തിയത് നീ ഒരു അതേ വിജയാളിയായി പുറത്തു വരാനാ. വ്യത്യസ്തമായ തലത്തിൽ ദൈവത്തിന്റെ മഹത്വം നിന്നതെന്ന് കാണിക്കത്തക്ക നിലയിൽ ഇത് ദൈവിക പ്രവർത്തിക്ക് വേണ്ടി ചില ഇടങ്ങളിൽ സ്വർഗം നിങ്ങളെ നിർത്തുവാനിടയായിത്തീരും. ഇവിടെ കാണുന്നു, പ്രൈസ് ദി ലോർഡ്, അവൻ വിതച്ചു പ്രതിസന്ധിയുള്ള മണ്ണിൽ, മരുഭൂമിയിൽ, വർധനവില്ലാത്ത ഇടത്ത് പ്രൈസ് ദി ലോർഡ് അവന്റെ കരത്തിന്റെ പ്രവൃത്തി അവൻ ചെയ്യാൻ തയ്യാറായി. ഈ പുതു ദിവസത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറയാൻ ഒരു കാര്യമുള്ളത്, മടിച്ചു നിൽക്കരുത്. എനിക്കറിയത്തില്ല, നീ മടിച്ചു നിൽക്കരുത്, നീ മടിച്ചു നിൽക്കരുത്. ആത്മീക തലത്തിലായിക്കോട്ടെ, ഭൗതിക തലത്തിലായിക്കോട്ടെ, ചിലത് ചുവട് വെക്കാൻ കഴിയാതെ ഭ്രമിച്ചു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്ന ഒരു സന്ദേശമാണ്, കുഞ്ഞെ, നീ മടിക്കരുത്, നീ മടിക്കരുത്. മറ്റാരുടെയും അനുഭവമല്ല നിന്റെ അനുഭവം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പരാജയം ഏറ്റുവാങ്ങിയും അതേ മണ്ണിലാ നീ നിൽക്കുന്നത്. ചുടമന അതിനകടക ശന്തൽഖമാരിയാധനകടക. അങ്ങോട്ട് പോകണ്ട, വേണ്ട വേണ്ട വേണ്ട. എന്നാൽ ആത്മാവിന് പറയാനുള്ള ഒരു ഇടപെടലാണ്. പ്രൈസ് കുഞ്ഞെ, നിന്നെ ഉപയോഗിക്കാൻ, ദൈവപ്രവൃത്തിയുടെ ആഴങ്ങളിലേക്ക് നിന്നെ പുറത്തെടുക്കാൻ ദൈവിക ദർശനത്തിനൊത്തവണ്ണം നീ പ്രവർത്തിക്കപ്പെട്ടാൽ നിന്റെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ചില ദൈവ പ്രവർത്തികൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടും. യെഹെസ്കേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ യെഹെസ്കേല് ദർശനം കാണുന്നത് പ്രൈസ് ദി ലോർഡ് അതേ ആലയത്തിൽ വെച്ചല്ല. ആമേൻ. എന്നാൽ മറ്റു വളരെ നോക്കുമ്പോൾ അവർ ആലയത്തിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടവരാ, ആലയത്തിൽ ദൈവ മഹത്വം കണ്ടവരാ. പക്ഷേ ഞാൻ പഠിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ആലോചന ഇങ്ങനെയാണ്. യെഹെസ്കേല് ദൈവത്തിന്റെ ദർശനം കാണുന്നത് വിജനമായി കിടക്കുന്ന ഒരിടത്ത് വെച്ച്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ, തങ്ങളുടെ കിന്നരങ്ങളെ അലരി വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടുകൊണ്ട് വിലപിക്കുന്ന ഒരു പ്രവാസികളുടെ നടുവിലിരിക്കുമ്പോൾ പ്രവാസത്തിലായിരിക്കുന്നവന് എങ്ങനെ ദർശനം കാണാൻ കഴിയും? ആമേൻ, ആമേൻ, ആമേൻ. വലിയൊരു കൂട്ടായ്മ, 1067 പേരുള്ള ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് കഴിയും. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ, കോട്ടേജ് മീറ്റിങ്ങുകൾ, ഫാസ്റ്റിംഗ് പ്രയറുകൾ, ചർച്ചിന്റെ മറ്റിതര കൂട്ടായ്മകൾക്കകത്ത് കൂടി വരുമ്പോൾ ദൈവജനത്തിന് ചേർന്നിരുന്ന് ആരാധിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയമുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കകത്ത് ദൈവത്തിന്റെ ദർശനം കാണാൻ കഴിയുന്നുണ്ടോ?
അടകമന ഹത്തുന റകൽക്കമന ഘടക. സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ദൈവിക മഹത്വത്തിനായി നിന്റെ പ്രതിസന്ധിക്കകത്ത് നിനക്ക് എത്തപ്പെടാൻ കഴിയുന്നുണ്ടോ? നോക്കിക്കേ, യെഹെസ്കേലിനെ നോക്കുമ്പോൾ യെഹെസ്കേൽ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിലല്ല ഇരിക്കുന്നത്. യെഹെസ്കേൽ പ്രവാസികളുടെ നടുവിലിരിക്കുകയാ. പ്രവാസികളുടെ നടുവിലിരിക്കുന്ന അവന്റെ കണ്ണുകൾ ഉയരത്തെ ദർശിക്കാൻ തുടങ്ങി. ചുടവന ഹതിനകരക ശബ്ദൽ ഖമാനിയ. സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് നീ ദൈവപ്രവൃത്തി കാണണോ? നിന്റെ കണ്ണ് ഉയരത്തിലായിരിക്കണം. ചുടവന ഹതിനകരക ശബ്ദന. നിന്റെ കാല് പ്രതിസന്ധിക്കകത്തളത്തിൽ നിന്നാലും നിന്റെ കണ്ണ് ഉയരത്തിലായിരിക്കണം. അടകന റകൽക്കമാന ഘടക. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സന്ദേശം തിരിച്ചറിയാൻ കഴിയുന്നുവെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ആത്മനിയോഗത്തോടുകൂടെ ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. എന്റെ സന്ദേശം ഞാൻ ഒരുക്കി വെച്ചതുപോലെയല്ല മുമ്പോട്ട് പോകുന്നത് എനിക്കറിയാം. ശമൂവേലിനെ പറ്റി പ്രൈസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ചില ആത്മീയ ആലോചനകൾ പങ്കുവെച്ച് മുന്നോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിച്ചു വന്നത്. എന്നാൽ മറ്റൊരു തലത്തിൽ ചില വ്യത്യസ്ത ആലോചനകൾ കൂടെ നിങ്ങൾക്ക് കൈമാറാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകുകയാണ്. പ്രൈസ് പ്രവാസികളുടെ നടുവിൽ ഹല്ലേലൂയ വിലപിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ പ്രൈസ് തന്റെ കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ടുകൊണ്ട് വേദനിക്കുന്ന വിലപിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കുന്നവൻ കാണുന്നൊരു ദർശനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ ദർശനങ്ങളെ കണ്ടു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കപ്പെടുന്ന ദൈവമക്കളെ, നിങ്ങൾ പ്രതിസന്ധിക്കകത്ത് കാല് ചവിട്ടി നിന്നാലും നിങ്ങളുടെ കണ്ണ് ചില ദൈവിക ദർശനങ്ങളെ കാണും. നിന്റെ കാൽ അത് ചവിട്ടി നിൽക്കുന്ന പ്രശ്നത്തിലപ്പുറം അതിനകത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദർശനം നീ കാണും. ജീവിതത്തിനകത്ത് ഭയപ്പെട്ട് പ്രതിസന്ധിക്കകത്ത് ഒതുക്കപ്പെട്ടു പോകുമോ? ഇവിടെ കൊണ്ട് ഞാൻ തീർന്നു പോകുമോ? എന്റെ ജീവിതത്തിന്റെ പൂർത്തീകരണം എന്തപ്പാ? എന്നാൽ അവനെ സ്വർഗം ദൈവിക ദർശനങ്ങൾ കാണിപ്പാനിടയായിത്തീർന്നു. ഏകദേശം 30 വയസ്സുള്ള പ്രായമുള്ളവൻ അവൻ ദൈവത്തിന്റെ ദർശനങ്ങളെ കണ്ടു. ഇന്ന് പകൽക്കാല പ്രായം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിഷയമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ ഏത് സമയത്തും അവൻ ഉപയോഗിക്കാൻ കഴിയും. ആ ദൈവിക മഹത്വത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും കൊണ്ട് തിരുനാമത്തിന്റെ മഹത്വത്തിനായി ദൈവിക പദ്ധതികൾക്കായി അതിന്റെ ആഴങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ മറന്നു പോകരുത്. അതിരമനകരക ശബ്ദൽക്കമാനകരകടകസിയ. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ പ്രാർത്ഥന എന്റെ കാലത്ത് സംഭവിക്കപ്പെടുന്നില്ല. എന്റെ തലമുറയുടെ കാലത്തെങ്കിലും എനിക്കത് ക്രൈസ്തലോടൊന്ന് അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ, എന്റെ തലമുറയ്ക്കെങ്കിലും അതൊന്ന് പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം ആത്മനിയോഗത്തോട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, അല്ല അല്ല, നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവശക്തിയുടെ ആഴത്തെ ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയണം. അതുരമനകരക ശബ്ദനാരകൾക്കമനകടക. നിങ്ങളെത്താൻ ആഗ്രഹിക്കുന്ന ഇടത്ത് ദൈവം നിങ്ങളെ എത്തിക്കുമെന്ന്. നിങ്ങളെത്താൻ ആഗ്രഹിച്ച ഇടത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തലമുറ ഇരിക്കണമെന്നല്ല, നിങ്ങൾ ആഗ്രഹിച്ച ഇടത്ത്, നിങ്ങൾ കൊതിച്ച ഇടത്ത് അതുരമനകരക ശബ്ദന നിങ്ങളെ തമ്പുരാൻ ഇരുത്തും. നിങ്ങൾ നിൽക്കുന്ന മണ്ണിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവ പ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില ഇടത്ത് ദൈവം നമ്മളെ നിർത്തുന്നത് പ്രൈസ് ദി ലോർഡ്. ശമൂവേലിന് ആലയത്തിൽ നിന്ന് ഓടിപ്പോകാൻ ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ഇടത്തു നിന്നാണ് പരിശുദ്ധാത്മാവിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചത്. സാഹചര്യങ്ങൾ കാണുമ്പോൾ മതി 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 എന്ന് തോന്നുന്ന അനുഭവങ്ങളുണ്ട്. അടകാരകൽക്കമാനകനകടക ശബ്ദനെ. നിന്റെ പാദങ്ങൾ പ്രതിസന്ധിയെ ചവിട്ടി നിൽക്കുമ്പോഴും നിന്റെ കണ്ണുകൾ നല്ല നാളുകളെ ദർശനം കാണും. അതുരമനഘടക മാന്യതകളുടെ ഉന്നമനങ്ങളുടെ ഉയർച്ചകളുടെ ദൈവിക പദ്ധതികളുടെ ദൈവിക ഹിതത്തിന്റെ ദൈവിക ദർശനം നിന്റെ കണ്ണ് കാണട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിൽ സ്വർഗത്തിന്റെ ദർശനത്തിന്റെ കവാടം നമുക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ചുടാമനാറിയാം ധനഘടക ശബ്ദൽ ഖമാനിയാം ധനഘടക.
അതെ, യെഹെസ്കേലിനോട് ചോദിച്ചാൽ യെഹെസ്കേൽ പറയും, ഞാൻ ഏറെ പ്രവാസികളുടെ നടുവിൽ ഇരിക്കുമ്പോഴും എന്റെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം പറയുന്നവരല്ല, വിലപിക്കുന്നവരാണ്, പ്രവാസികളാണ്. എന്നാൽ അതിന്റെ നടുവിലും എന്റെ കണ്ണ് സ്വർഗത്തിന്റെ ദർശനങ്ങളെ കണ്ടു. അതിനോപനകരക ശബ്ദന വെളിപ്പാട് പുസ്തകത്തിലേക്ക് മടങ്ങി വരും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ, യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് നിൽക്കുമ്പോഴും ഹല്ലുവിന്റെ പുറമെ ഉള്ള കണ്ണ് കാണുന്നത് കഴുകന്മാർ തന്നെ വട്ടമിട്ട് പറക്കുന്നത്, ഒരു കൂട്ടം അസ്ഥിത്താഴ്വര, അതേ അസ്ഥികൂട്ടങ്ങളെ അവൻ കാണുന്നത്. എന്നാൽ അതിന്റെ അകത്തളത്തിൽ ഏകാന്തതകളുടെ നടുവിൽ, പത്മോസിന്റെ ഏകാന്തതയിൽ കൂടെ സ്തോത്രം പറയാനോ സ്തുതിക്കാനോ മറ്റാരും ഇല്ലാതിരിക്കുമ്പോൾ, കുഞ്ഞേ, നിന്റെ ഏകാന്തതയ്ക്കകത്ത് നീ കാണുന്നൊരു ദർശനമുണ്ട്. മറ്റൊന്നുമല്ല, ഒന്നുകൂടെ പറഞ്ഞ, ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ ചില ദൈവിക ദർശനങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടണമെങ്കിൽ ചില പ്രതിസന്ധികളെ നീ ഓവർകം ചെയ്യാനിടയാകണം. ഇവിടെ നോക്കുന്നു, യോഹന്നാൻ അതേ പത്മോസിന്റെ ഏകാന്തതയിൽ എത്തപ്പെടുകയാ. അവിടം കൊണ്ട് തീരുമെന്ന് വിധി പറയുന്ന ഇടത്ത് അനേകരുടെ അവസാനം കുറിച്ച അതേ പത്മോസിന്റെ അനുഭവം, പ്രൈസ് ദി ലോർഡ്, അല്ലേല് തന്നെ പിച്ചു ചിന്തുവാ ദുഷ്ടമൃഗം ഒരു പക്ഷെ അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ സ്വർഗീയ ദർശനങ്ങളെ കണ്ടു. സ്വർഗത്തിലെ ദൈവം തന്റെ സഭയ്ക്കുള്ള 7 സഭകൾക്കുള്ള ദൈവിക ദൂത് അവനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം സത്യമാ, നീ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ മറ്റാർക്കും കൊടുക്കാത്ത, മറ്റാരും കാണാത്ത ചില ദൈവിക വെളിപ്പാട് നീ കാണും. അധുരമനകരക ശബ്ദന ശ്രേഷ്ഠമായ ചില ദൈവിക അനുഭവങ്ങളിൽ കൂടെ നിന്റെ ചുവടുകൾ ചലിക്കപ്പെടുമെന്ന് മറന്നു പോകരുത്. സമയം വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, കുഞ്ഞി ഓടിച്ചു കളയാൻ, ഓടിപ്പോകുവാനൊക്കെ തോന്നുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിന് മുമ്പിൽ വരുമ്പോൾ അതിനകത്ത് എന്താണ് ദൈവമേ അങ്ങയ്ക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? അപ്പാ 2025 ജനുവരി മാസം 1-ാം തീയതി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയും അതിന്റെ ആഴവും എന്തെന്ന് എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിക്കാൻ ഒന്നുകൂടെ പ്രൈസ് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന, അപ്പാ അങ്ങയുടെ ഹിതം എപ്രകാരമാ അതുപോലെ ആ ദർശനത്തിലേക്ക് എന്നെ ഒന്ന് ചുവട് വെപ്പിക്കണമേ എന്ന് പറയാൻ കഴിയുമോ? അത് ശബ്ദന പ്രതിസന്ധിക്കകത്ത് കാല് നിൽക്കുമ്പോൾ നിന്റെ കണ്ണ് ഉയരത്തിലല്ലെങ്കിൽ നിനക്ക് തളർച്ച തോന്നും. പ്രതിസന്ധിക്കകത്ത് നിന്റെ കാല് ചവിട്ടുമ്പോൾ നിന്റെ കണ്ണ് ഉയരത്തിലല്ലെങ്കിൽ നിന്റെ ജീവിതം ക്ഷീണിച്ചു പോകും. നിന്റെ കണ്ണ് പ്രതിസന്ധിയെ നോക്കരുത്, നിന്റെ കണ്ണ് നിന്നകളെ നോക്കരുത്, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ നോക്കരുത്. ഞാനിങ്ങനെ പറയുന്നു, യോഹന്നാൻ അതേ പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് ചിറകടിച്ചുയരുന്നതായ കഴുകനെ അല്ല അവൻ കാണുന്നത്. കഴുകനെ കണ്ടാൽ തന്നെ കൊത്തിപ്പറിക്കുമോ, തന്നെ പിച്ചു ചീന്തുമോ എന്നൊരു ഭയം തന്നെ അലട്ട. വിഷപ്പാമ്പുകൾ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരിക്കാം. പ്രൈസ് ഗോഡ്. ഇന്നലകളിൽ അനേകർക്ക് അന്ത്യം കുറിച്ച് പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് ഒത്തിരി അസ്ഥികൂട്ടങ്ങളുണ്ട്. എന്നാൽ അതിനകത്തൊരു അസ്ഥികൂട്ടം മാറാനല്ല സ്വർഗം നിന്നെ അവിടെ എത്തിച്ചത്. ഇന്നലകളിൽ അനേകർ തോറ്റുപോയടമാ, ഇന്നലകൾ അനേകരുടെ അന്ത്യം കുറിച്ചതാ. എന്നാൽ കുഞ്ഞെ, നിന്നെ അവിടെ എത്തിച്ചത് നിന്റെ കാലുകളെ അവിടെ ഉറപ്പിച്ചത് ദൈവമാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? പലപ്പോഴും ചോദിച്ചില്ല, എന്താ ആർക്കുമില്ലാത്ത വേദന എനിക്ക്? ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നവളാണല്ലോ, ഞാൻ ഒത്തിരി ഉപവസിക്കുന്നവളാണല്ലോ. വ്യത്യസ്തമായ തലത്തിൽ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട് കുഞ്ഞെ. ഓ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നോട് ഇടപെടാനുണ്ട്.
ഒരു ദർശനം നീ പ്രാപിക്കണം. ആ ദർശനത്തിലേക്ക് നീ എത്തപ്പെടുന്നത് വരെ ഇതിന്റെ പ്രതിസന്ധിയുടെ ആഴം, അതിന്റെ തീഷ്ണത വർദ്ധിക്കപ്പെടുകയാ. ഇവിടെ കാണുന്നു, ദർശനമില്ലാത്ത ഇടത്ത്, ദൈവവചനമില്ലാത്ത ഇടത്ത് ഒരുവരെത്തപ്പെട്ടു. മുൻപാഠങ്ങളെ കണ്ടുകൊണ്ട് അവൻ അനുകരിക്കാൻ കഴിയത്തില്ല. ഈ ആത്മിക ജീവിതത്തിൽ ഇന്ന് നമുക്ക് കാണുവാൻ പല അനുകരണങ്ങളുണ്ട്. എന്നാൽ ആ അനുകരണങ്ങളെ അല്ല കുഞ്ഞെ, സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നീ ഒരു വ്യത്യസ്തനായി ചുവട് വെക്കുമെങ്കിൽ, ദൈവത്തിന്റെ ദർശനമുള്ളവനായി ചുവട് വെക്കുമെങ്കിൽ, ദൈവം നിന്നെ പുറത്തെടുക്കും, ദൈവം നിന്നെ മാനിക്കും. ഓടിച്ചു കളയാൻ, ഓടിപ്പോകുവാൻ തോന്നുന്ന മണ്ണിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ ഉപവസിക്കുന്നവനായി തീർന്നു, അവൻ പ്രാർത്ഥിക്കുന്നവനായി തീർന്നു. ഉപവസിക്കുന്ന മാതാവേ, നിന്റെ തലമുറ ഉപവസിക്കുന്നവളായി മാറും, നിന്റെ തലമുറ പ്രാർത്ഥിക്കുന്നവളായി മാറും. യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നവനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പലപ്പോഴും തലമുറയെ ചൊല്ലി വിലപിക്കുന്ന മാതാക്കൾ ഇതിനകത്തുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഇടപെടുന്നു, നിന്റെ തലമുറ നിൽക്കുന്ന ഇടത്തുനിന്ന് അവന്റെ റൂട്ട് തിരിച്ചവനെ മടക്കിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് അവനെ എത്തിക്കാൻ രാജ്യങ്ങളോട് രാഷ്ട്രങ്ങളോട് പ്രവചിക്കപ്പെടുന്ന ആത്മനിയോഗമുള്ള ചില തലമുറകളെ ഈ നാളിൽ ദൈവം പുറത്തെടുക്കും. ആമേൻ പറയാൻ കഴിയുമോ? ആമേൻ പറയാൻ കഴിയുമോ? ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന ചില പ്രവാചകന്മാർ ഈ കൂടാരങ്ങൾക്കകത്തുനിന്ന് എഴുന്നേൽക്കുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. നീ പ്രാർത്ഥിക്കുന്നവളാ, നിന്റെ തലമുറ ഉപവസിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരുമായി മാറും. ആലയത്തിനകത്തുള്ളത് ദൈവിക മഹത്വത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നവനായി അവൻ ഉയരും. മാത്രമല്ല, 1 ശമൂവേൽ 12:33 വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. അവന്റെ പ്രാർത്ഥനയാ. അപ്പോൾ അത്രമാത്രം ഒരു വലിയ ഭയം അവനെ അലട്ടുകയാ. ഈ ഭയം ഉണ്ടാകുന്നത് പ്രാർത്ഥനാ തലത്തിൽ നിന്ന്, ഈ ഭയം ഉണ്ടാകുന്നത് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോഴാ. പലപ്പോഴും പല സാഹചര്യങ്ങളും വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് പിന്നോട്ട് പോകുമ്പോൾ ഓർത്തോണം, ശമൂവേല് പ്രാർത്ഥിക്കുകയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യാനിട വരും. അപ്പോൾ പ്രാർത്ഥിക്കാത്തവരെന്ത് ചെയ്യും? പാപം ചെയ്യും. ദൈവമക്കളെ, പാപത്തിന് എന്തില്ല? പ്രായമില്ല. പാപത്തിന് പ്രായമില്ല. ഏത് പ്രായത്തിലും ദൈവസ്ഥനിൽ നിന്ന് ഓടിച്ചു കളയാ പാപത്തിന്റെ അധപ്പതനത്തിലെത്തിക്കാൻ പിശാച് വഴിയൊരുക്കുമ്പോൾ, വിശുദ്ധ തിരുവചനത്തിനകത്ത് ദർശനം പ്രാപിച്ച സാഹചര്യങ്ങൾക്ക് വ്യത്യസ്തമായ നിലകളിൽ വളർന്നു വന്ന ദൈവിക മഹത്വത്തിലേക്ക് ഉയർന്നു വരുന്ന ശമൂവേല് പറയുകയാ, ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുന്നവരായി മാറും. മധുരമനകരക ശാന്തര. പ്രൈസ് ഗോഡ്. പ്രാർത്ഥന കുറഞ്ഞു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തോടെ വേണം ഈ സൂം പ്ലാറ്റ്ഫോം വിട്ടു മടങ്ങാൻ. എന്റെ പ്രാർത്ഥനയുടെ സമയം ഞാൻ കൂട്ടാനിടയാകട്ടെ. ആമേൻ. പ്രാർത്ഥനാ മുറിയിൽ അനേക സമയം സ്പെൻഡ് ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിന്റെ ദർശനത്തെ അതിന്റെ പൂർത്തീകരണ തലത്തിൽ അവൻ എത്തിക്കും. കാലങ്ങൾ കാത്തിരിക്കേണ്ട, വർഷങ്ങൾ കാത്തിരിക്കേണ്ട. പ്രാർത്ഥനാ മുറിയിൽ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ, സ്വർഗം നിനക്ക് വേണ്ടി ചില സമയം എഴുതി വെച്ചു. പ്രാർത്ഥനാ മുറിയിൽ സ്പെൻഡ് ചെയ്യാൻ നിനക്ക് സമയമുണ്ടെങ്കിൽ,
ദൈവം നിനക്ക് വേണ്ടി ചില സമയങ്ങൾ കുറിച്ചു വെച്ചു. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഇതിനകത്തിരിക്കുന്ന ചില തലമുറകൾക്ക് വേണ്ടി ചില ദൈവിക പദ്ധതികളുടെ സമയം അവൻ കുറിച്ചു വെച്ചു. പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ തലമുറയെ സ്വർഗത്തിലെ ദൈവം വിശ്വസ്ത പ്രവാചകനാക്കി. അവിടെ കാണുന്നു, ദാൻ മുതൽ ബേർഷേബ വരെ ദൈവത്തിന് പ്രിയമുള്ള ഒരു വിശ്വസ്ത പ്രവാചകനാക്കി ദൈവം അവനെ അഭിഷേകം ചെയ്തു. എന്ന് പറഞ്ഞാൽ നീ ഒരു ദേശത്ത് മാത്രമല്ല, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ ഞാൻ ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ ഇങ്ങനെ പ്രവചിക്കുന്നു, നീ നിൽക്കുന്ന ആ മണ്ണിൽ ഒരു ഏരിയയിൽ മാത്രമല്ല, നിന്റെ ആലയത്തിനകത്ത് മാത്രമല്ല, ഒരു ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ പദ്ധതി പ്രകാരം പുറത്തനേകരെ എത്തിക്കുന്ന ദൈവിക പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിക്കുന്ന ദൈവിക അഭിഷേക തലത്തിലേക്ക് സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരും. അവനെ പറ്റി ദൈവവചനം പഠിക്കപ്പെടുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. വിശ്വസ്ത പ്രവാചകനായിരുന്നു അവൻ, വിശ്വസ്ത പുരോഹിതനായിരുന്നു അവൻ, വിശ്വസ്ത ന്യായാധിപനായിരുന്നു. ഒരു ശുശ്രൂഷ തലത്തിലല്ല നിന്നെ ഒതുക്കുന്നത്. സ്വർഗത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ സ്വർഗീയ പദ്ധതിയുടെ ആഴത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഓടിപ്പോകാതെ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക്, ദൈവിക മഹത്വത്തിലേക്ക് ചേർന്നിരിക്കാൻ കഴിയുമെങ്കിൽ, സ്വർഗത്തിന്റെ മഹത്വം ദൈവപ്രവൃത്തിയുടെ ആഴവും ദർശിക്കപ്പെടാൻ സ്വർഗം നമ്മുടെ മേൽ കൃപ പകരുവാൻ ഇടയായിത്തീരും. മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വ്യത്യസ്തമായ തലത്തിൽ ദൈവിക പ്രവൃത്തിയിലേക്ക് എത്തപ്പെടുന്ന അവന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പരാജയം വരാതെ സ്വർഗീയ മഹത്വത്തിലേക്ക് ദൈവം അവനെ ചേർത്തുകൊള്ളുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം ഞാൻ നിങ്ങളുമായി കൈമാറുമ്പോൾ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അപ്പാ, എന്റെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ, ഞാൻ നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ, എന്നാൽ ഈ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്റെ ദൈവമേ അങ്ങനെ ഒന്ന് കൈപിടിക്കണമേ എന്ന്. ഓ ശബര ഹതിരകരകടകസിയ. കുഞ്ഞേ, നീ തനിയെ നടന്നാൽ ക്ഷീണിച്ചു പോകാം, നീ തനിയെ നടന്നാൽ തളർന്നു പോകാം. ചുടരാരകൽക്കമാരകരകടകസിയ. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാ. ദൈവമക്കളെ, കേട്ട വചനം ഇങ്ങനെ, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാ. ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ. ആത്മാർത്ഥമായി 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 അപ്പന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വന്ന ഈ പുതുവർഷത്തെ നിങ്ങൾ കേട്ടൊരു സന്ദേശം ഇങ്ങനെയാ, ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിച്ചു, അവൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഹന്നയോട് ചോദിക്കുമ്പോൾ ഹന്ന പറയും, പ്രൈസ് ദി ലോർഡ്, എന്റെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് എനിക്ക് വേണ്ടി വെളിപ്പെട്ടൊരു കാര്യമുണ്ട്. എനിക്ക് വേണ്ടി എന്റെ അപ്പൻ ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. ആലയത്തിന്റെ മഹത്വം കാണുവാതക്കവണ്ണം സ്വർഗീയ പദ്ധതികളിലേക്ക് എന്റെ ദൈവം അവനെ കരം പിടിച്ചു എന്ന് അവന് പറയാൻ കഴിയും. ഇന്ന് പകൽക്കാലം അപ്പന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വന്നാട്ടെ, ഒന്ന് ചേർന്ന് വന്നാട്ടെ. ഓ നമ്മുടെ മാനുഷികമാകുന്ന ചിന്തകളിൽ കൂടെ കടന്നുകളെല്ലാം ഇതൊന്ന് മാറട്ടെ. നമ്മുടെ സകല ചിന്താഗതികളും, നമ്മുടെ മാനുഷികമാകുന്ന സകല ബുദ്ധിമണ്ഡലങ്ങളെയും ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് പകൽക്കാലം ഒരു പടി കൂടെ എന്റെ അപ്പനോടൊന്ന് ചേർന്ന് വന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ദൈവിക വിടുതൽ സംഭവിക്കപ്പെടുകയാ. ഇത് കൂടാരത്തിനകത്തളത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു പകൽക്കാലമാകുകയാ. ദൈവ പ്രവൃത്തിയുടെ ആഴങ്ങളിൽ കുഞ്ഞെ നീ എത്തപ്പെടുകയാ. നീ നിന്ദ സഹിക്കുന്ന ഇടത്ത്, നീ വേദന സഹിക്കുന്ന അതേ മണ്ണിൽ ദൈവിക പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാക്കി ദൈവം മാറ്റുകയാ. അതിനെ പരിശുദ്ധനെ, നിങ്ങൾ അപ്പന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരും.
അപ്പാ ഈ പ്രഭാത സമയത്തിൽ അപ്പന്റെ പാദപീഠത്തിൽ വിവിധ ഇടങ്ങളിലായി ഞങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് അപ്പന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്നെങ്കിൽ സ്തുതിപ്പാന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ മഹത്വമുള്ള പ്രവൃത്തി തന്റെ ജനത്തുമേൽ വെളിപ്പെട്ടു വരട്ടെ. തന്റെ മക്കളുടെ ദർശനത്തെ അതിന്റെ സമാപ്തിയിലെത്തിക്കുക. കർത്താവ്, ഞങ്ങൾ നിൽക്കുന്നത് പ്രതിസന്ധിക്കകത്താണെങ്കിലും ഞങ്ങളുടെ കണ്ണ് സ്വർഗീയ ദർശനങ്ങളെ കാണുന്ന ചില ദിവസങ്ങളാക്കി മാറ്റണമേ. ആ ദൈവിക ദർശനങ്ങൾ ദൈവിക പദ്ധതികളിലേക്ക് വഴിതെളിക്കുന്നതായി തീരുക. സ്വർഗം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക മഹത്വവും അതിന്റെ ആഴങ്ങളും ഈ ജീവിതങ്ങളെ വെളിപ്പെടുവാൻ സ്വർഗം ഇടവരുത്തുമാറാകണമേ. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ പ്രവർത്തികൾ വെളിപ്പെടുത്തി കർത്താവേ. നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ ദാസിയെ കുടുംബമാ ദൈവമാദരിക്ക് നിങ്ങളുടെ പ്രവൃത്തിയുടെ ആഴങ്ങളിലേക്ക് നാളുകളിൽ അനേകരെ പുറത്തു കൊണ്ടുവരത്തക്ക നിലയിൽ അതിരമനകരക ശബ്ദനാരകൾക്കമാനഘടകങ്ങളുടെ മക്കളെ ഉപയോഗിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഇന്ന് പകൽക്കാലം അങ്ങയുടെ മക്കൾ കേട്ടത് അങ്ങയുടെ വചനം. അടിനങ്ങയുടെ വക, തന്റെ മക്കൾ അങ്ങയുടെ വക. കർത്താവെ, അത് അനുഗ്രഹമായി തീരട്ടെ. അങ്ങയ്ക്ക് വരേണ്ട ഒരു മഹത്വം അടിനെടുക്കുന്നില്ല. തിരുനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി സകലവും ഏറ്റവും നന്നായി ദൈവം ചെയ്തെടുപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുമൂലം യാചിക്കുന്നു. കേൾക്കണമെന്നല്ല പിതാവേ, ആമേൻ. ഇത്രത്തോളം സമയം ദൈവജനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ അടിയങ്ങളെ കുടുംബമായി ഓർക്കുക. കർത്താവിന്റെ മഹത്വകരമായ വേല വിശ്വസ്തയോടെ വീണ്ടും ചെയ്തെടുക്കേണ്ടതിന് സ്വർഗം ഞങ്ങൾ ഉപയോഗിക്കേണ്ടതിന് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ചോദിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ ആന്റിയോടുള്ള നന്ദിയും ഈ തരണത്തിൽ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ. ഈ വർഷത്തിൽ പുതു ദൈവിക പ്രവർത്തികളെ കാണത്തക്ക നിലയിൽ നിങ്ങളുടെ ദർശനങ്ങൾ സമാപ്തിയിലെത്തപ്പെടുന്ന ദിവസങ്ങളായി മാറട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അല്ല, ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 2025 ജനുവരി മാസം 1-ാം തീയതി രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ സന്ദേശം കേട്ട് ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഹല്ലേലൂയ കൃപ ചെയ്തത് ഓർത്ത് നന്ദിയോടെ പിന്നെയും കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ഒന്നിച്ച് സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സകല മഹത്വവും മാനവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ.